ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തുകൊണ്ടുപോയ ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലഷ്കർ മൽബാർ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നെറികേടിൻ്റെ കഥയാണ്. അതായത് എല്ലാവരും കല്യാണം കഴിക്കുന്ന എന്തിനാണ്? നമ്മൾ ഭാര്യമാരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങും എവിടെയും തിരഞ്ഞാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെറും അവിഹിതം. ആളുകൾക്ക്, പുരുഷന്മാർക്ക് മറ്റു സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം, സ്ത്രീകൾക്ക് മറ്റു പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധം. നിലവിലൊരു കല്യാണം കഴിഞ്ഞ് ഭർത്താവായിട്ട് ജീവിക്കുന്ന ആളുകൾ ഫുള്ള് ഉഡായിപ്പായിട്ട് നടക്കുക. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതേ കാണാനുള്ളൂ. എന്തൊരു കഷ്ടമല്ലേ. ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കാണിക്കാം. ജസ്റ്റ് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടോ നോക്കി നോക്കും. ഭയങ്കര സിമ്പതിയായിട്ട് മക്കളെ വെച്ച് ജനങ്ങളെ മുമ്പിൽ ഫുള്ള് നാടകം കളിക്കുക, ഉഡായിപ്പ് നടത്തി ജീവിക്കുക, എന്നിട്ട് സിമ്പതി പിടിച്ചു പറ്റിയിട്ട് സോഷ്യൽ മീഡിയ ആണ് ജീവിതം എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ 1-2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ, ഒരു ഫാമിലി നല്ല രീതിയിൽ വ്ളോഗൊക്കെ ചെയ്തു പോയിരുന്നൊരു ഫാമിലി റിയൽ ലൈഫിൽ അവരെ ജീവിതം എന്താണ്, അവർ കാണിച്ചു കൂട്ടുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ എന്താണ്, ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ. ഇപ്പം അവരുടെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും ചെറിയ മകനും ഒരു സൈഡ്, മൂത്ത മോനും ഭാര്യയും മറ്റൊരു സൈഡ്. വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, അടിച്ചിറക്കി അങ്ങനെ ഇങ്ങനെ. നമ്മൾ ടോപ്പിക് അതൊന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു. അത് ഇതുപോലെ ഫുൾ ഉഡായിപ്പാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത്. റിയൽ ലൈഫിലൊന്നും ഇവർക്ക് ഒരാളുകളോട് ഉത്തരവാദിത്തമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സിനിമയിലും പിന്നെ ഇതേപോലെ സീരിയലിലും കാണുന്ന തരത്തിൽ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഭയങ്കര കഷ്ടവരുടെയൊക്കെ കാര്യം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സോഷ്യൽ മീഡിയയിൽ നല്ല താരമായിട്ട് തരംഗമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഫാത്തി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഫോട്ടോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഫാത്തി എന്ന് പറഞ്ഞാൽ ആരാണ്. ഫുള്ള് ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ റീൽസ് ഉള്ളൂ. എന്നിട്ടോ സ്വന്തം ഭാര്യ അങ്ങനെയായി ഇങ്ങനെയായി മക്കളെ വിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി, എന്തെല്ലാം കഥകളാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവനെ കുറിച്ചിട്ട്, ഈ ഫാത്തിയെ കുറിച്ചിട്ട്. 2 മക്കളെയും കൊണ്ട് അവൻ ഗൾഫിൽ ദുബായിൽ ജീവിക്കുകയാണ്. അവളിവിടെ അന്തസ്സായിട്ട് കുടുംബത്തിനോടൊപ്പം അവളുടെ ആങ്ങളെ ഉപ്പ ഉമ്മാൻ്റെ ഒപ്പം അവളും ജീവിക്കുന്നു. അവൾ വന്ന് കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിളമ്പിയപ്പോഴാണ് ഇവൻ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളും ഇവൻ്റെ ജീവിതത്തിലെ ഫ്രോഡ് കളിയും ഒക്കെ ആ കുട്ടി വന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ വിചാരിച്ചിരുന്ന എന്താവും, പാവം ഫാത്തി പാവട്ടിലെ അവൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി, അങ്ങനെ സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊന്നല്ല സത്യം. സത്യം ഇന്നല്ലെങ്കിൽ നാളെ മറന്നീക്ക് പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ, അതാണ് അതിൻ്റെ സത്യം. ആ കുട്ടിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് കേട്ടോക്കാം. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തൂ. റിയൽ ലൈഫിൽ എന്താണ് നടക്കുന്നത്, റീൽസ് ആണോ ജീവിതം എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തൂ. ഭയങ്കര കഷ്ടം തോന്നുന്നതൊക്കെ കാണുമ്പോൾ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ. നാട്ടിൽ വന്ന് ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തുകൊണ്ടുപോയ ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ. ഒരുപാട് കാലം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്. കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാണ്. ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പില എടുത്തിരുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇയാളുടെ ലൈഫിൽ ഞാനുണ്ട്. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കണ, നാട്ടിൽ വന്നിട്ട് മക്കളെടുത്തോണ്ട് പോയി, എൻ്റെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ. ഇപ്പോൾ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ. എനിക്ക് തെറി അഭിഷേകമാണ് ഇയാള്. ഇപ്പൊ ഒരു റീസെന്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതില് എന്നെ തെറി അഭിഷേകമാണ്. ഇയാള് ദുബായിൽ ഏത് രീതിയിലാണ് ഇരുന്നോണ്ടിരുന്നത് എന്നുള്ളത് ഇയാളെ ഈ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. പട്ടമായി ഞാൻ കാത്തിരിപ്പിൻ സൂചി മറക്കണലിൽ നീ വരുകില്ലെന്നറിയ കനവുകളിൽ ഞാൻ നിറ
ഇല്ലെന്നറിയില്ല നീ തന്നെനിക്കുള്ള ഇയാളെ 3 മക്കളെ പ്രസവിച്ചു, ഇയാളെ കൂടെ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ച് ജീവിച്ചു എന്നല്ലാതെ ഞാനൊരു തെറ്റും എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. തിരുത്തേണ്ട സമയത്ത് ഇയാളെ തിരുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയില്ല. ആ ഒരു കാര്യത്തില് തോൽവിയാണ് ഞാൻ. ഇയാളോട് ഞാൻ എപ്പോഴും പറയായിരുന്നു, ഇയാൾക്കൊരു അസുഖമുണ്ട്, മറ്റുള്ള പെമ്പിള്ളാരോട് ചാറ്റിങ്, വീഡിയോ കോളിങ്, ഒരു ഭാര്യ നിലനിൽക്കെ പ്രേമം, ഭയങ്കര പ്രേമം, ഒടുക്കത്തെ പ്രേമായിരിക്കും. ഇയാളെ കൂടെ ഗൾഫിൽ ഞാൻ 2 പ്രാവശ്യം ഞാൻ പോയി നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇയാളെ ഈ ഒരു പരസ്ത്രീ ബന്ധം കാരണം ഡയറക്റ്റ് ആയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അന്നൊക്കെ ഈ ഒരു വാട്സാപ്പ് കോള്, ചാറ്റിങ്, പ്രണയങ്ങളായിരുന്നു, ഭയങ്കര പ്രണയങ്ങൾ. ഇതൊക്കെ കണ്ട് 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 മനസ്സ് കല്ലായി മാറിയിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇനി എന്നെ നിങ്ങൾ ഗൾഫിക്ക് വിളിക്കരുത്. ഇതൊക്കെ കാണാനും കേൾക്കാനാണെങ്കിൽ ഇനി മേല ഞാൻ നിങ്ങളെ കൂടെ ഗൾഫിക്ക് ഞാൻ തിരിച്ചു വരൂല. അങ്ങനെ ലൈഫ് എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ നാട്ടില് എന്റെ മക്കളെ കൊണ്ട് ഞാൻ ജീവിച്ചുണ്ട്. അതിനുശേഷം ഇയാൾ പിന്നെ എന്നോട് ഒരുപാട് ഗൾഫിക്ക് പോരാൻ വേണ്ടിട്ട് നിർബന്ധിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാന് പോവാത്തത് അവിഹിതം കാരണമാണ് ഞാൻ പോവാത്തതെന്നാണ് ഇപ്പൊ പറയുന്നത്. കാരണം ഇയാള് ദുബായിൽ എങ്ങനത്തെ ആളാ, പിന്നീടാണ് ഇയാള് ദുബായിക്ക് മാറിയത് 2016 ആ സമയത്ത്. ദുബായിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇയാളെ പറയായിരിക്കും, അവർക്കൊക്കെ അറിയാം ഇയാൾ എങ്ങനത്തെ ആളാണ് എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഗതികേടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഇപ്പൊ ഞാൻ. ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ മനുഷ്യന്മാരുടെ ഇടയിൽ കൂടാനോ പറ്റാത്ത അവസ്ഥയാണ്. ജോലിക്ക് പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മളോട്, ഇതെന്താ കാര്യങ്ങൾ, ഇതെന്താന്നുള്ളത്. എനിക്കിങ്ങനെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റൂല. എല്ലാവരും ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. എന്റെ നാട്ടിലോ അയാളെ നാട്ടിലോ അന്വേഷിച്ചാൽ അറിയാം ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എന്തെങ്കിലും ചീത്തപ്പേരോ എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇയാള് ഒരുപാട് കാലം എന്നെയും മക്കളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1 വർഷത്തോളം ഇയാളെ വീട്ടിൽ നിന്ന് വേറെ വാടക എടുത്ത് താമസിക്കുന്നു. ആ സമയത്ത് എന്നെ സഹായിച്ചിന് എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സുകളും അവരൊക്കെ എന്റെ കാമുകന്മാരാണ് ഇയാളുടെ ലിസ്റ്റിൽ. ഇയാള് നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും. ഇയാൾ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവമില്ല. ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ. ഇയാൾ അവിടെ ദുബായിൽ, ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് 5 വർഷത്തോളം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചത്. ഞാനിവിടെ പൊട്ടത്തിയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഞാനിവിടെ ജീവിക്കാം. 3 മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ. പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞാൽ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോ 15 ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്കാം. 3 മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ. പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞാൽ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോ 15 ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നവും കാര്യമൊക്കെ ഉണ്ടാക്കിയും എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണുകയും ഞാൻ ആരെങ്കിലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഫോണിൽ നിന്ന് നിസ്സാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു. കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വരുത്തി തീർക്കായിരുന്നു. അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ മക്കളെ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ്. അങ്ങനെ ഇയാള് ഓൾറെഡി എന്റെ മക്കളെയൊക്കെ പാസ്പോർട്ട് ഇയാളെ കയ്യിലായിരുന്നു. അങ്ങനെ എന്റെ മക്കളെ ഇയാള് എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി. രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ കൊണ്ടുവന്നാക്കി തരാം. പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ദുബായി പോവാണ്, എന്റെ മക്കളെയും കൊണ്ട് ഞാൻ പോവാണ്. ഇപ്പൊ പോയിട്ട് 1.5 വർഷമായി. എന്റെ മക്കൾക്ക് ബാപ്പാന്നുള്ള സ്നേഹം കിട്ടിയിട്ടില്ല. ഫോണിൽ കൂടെ വീഡിയോ കോൾ കൂടെ മാത്രം. 3 വർഷത്തിൽ 5 ദിവസത്തിന് വരുന്ന ഒരു ബാപ്പ മക്കളെ എത്രത്തോളമാണ് സ്നേഹിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ ഒന്നൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിടങ്ങേറായിരുന്നു. പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം, എന്റെ സ്നേഹം മാത്രം കിട്ടിയാ പോരല്ലോ, പാപ്പാന്റെ സ്നേഹം കിട്ടണ്ടേ. അങ്ങനെ ഇയാളോട് പറഞ്ഞു റിവെഞ്ച് ആക്കിയിട്ട് എടുക്കട്ടെ, മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്കുക, നല്ലപോലെ വളർത്ത്, കുറച്ചു കാലം മക്കൾ അവിടെ നിൽക്കട്ടെ, അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ. പക്ഷെ ഇയാളിതൊരു ഭയങ്കര ഒരു സംഭവമാക്കിയിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ച ഭാര്യയായിരുന്നു ഞാൻ മരിച്ചു, എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത്. അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെ മക്കളൊക്കെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞു. അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധമായി. ഞാൻ ജീവിച്ചിരിക്കണമെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോ ഇയാൾക്ക് ഭയങ്കര മോശമായി. അങ്ങനെ ഇയാള് കഥകൾ മെനയാൻ തുടങ്ങി. ഞാൻ വേറൊരാളെ കൂടെ ചാടിപ്പോയതാണ്. ഞാനിവിടെ എന്റെ വീട്ടിൽ എന്റെ അമ്മാന്റെ ഇപ്പാന്റെ കൂടെയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്റെ മോനെ കൊണ്ട് ജീവിക്കുന്നത്. അന്തസ്സായിട്ട് ഒരു ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കുന്നത്. ഇയാൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞൊരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ ഇട്ടിട്ട് അരച്ചോണ്ടിരിക്കണം. ഇയാൾക്കെതിരെ ഞാൻ
കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ ഇന്നലെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ. ഇയാളെ ഇത് സൈബർ അറ്റാക്ക് കാരണം ഇയാള് ദുബായിൽ നിന്നിട്ടാണ് ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യുന്നത്. ഇയാളെ നാട്ടിലാണെങ്കിൽ എന്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എന്റെ മക്കളെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ദുബായിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കേസിന്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണേന്. പിന്നെ കൊണ്ടുപോയപ്പോ നല്ലപോലെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മക്കളെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഇയാളെ കൂടെ എന്റെ മക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫോ ഭാവി ഉണ്ടാവില്ല. കാരണം മക്കളെ മടിയിലിരുത്തിയിട്ട് എന്റെ മക്കളമ്മ ഭയങ്കര മോശമാണ്, അവൾ അങ്ങനെയാണ്, അവൾ എന്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട്. എന്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എന്റെ മക്കൾ പറയാം എന്റെ ഉമ്മ അങ്ങനെയായിരുന്നു. എന്റെ ഉമ്മ കുഞ്ഞു മക്കള് 5 വയസ്സും 11 വയസ്സുള്ള മോനെ കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതേപോലെ ഞാൻ കോളുകളാന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഇയാൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി. കുറച്ച് എന്റെ ഇൻസ്റ്റയിൽ കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എന്റെ അക്കൗണ്ടിലൊക്കെ റിമൂവ് ആക്കി ബ്രദേഴ്സ് ഒക്കെ പറഞ്ഞപ്പോ. ഇപ്പോ സ്റ്റിൽ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് തരികയെ ബന്ധം ഏർപ്പെടുത്തി ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല. ഇപ്പോ ഒരുത്തിനായിട്ട് ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളെ ഇന്നലെ എന്നോട് സംസാരിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ രണ്ടാളും പ്രണയത്തിലായിരുന്നല്ലോ. ഭയങ്കര പ്രണയത്തിലായിരുന്നു ഇവർ രണ്ടാളും. അപ്പോ പ്രണയമൊക്കെ കഴിഞ്ഞിട്ട് ഇവരിപ്പോ കല്യാണം കഴിച്ചു എന്നാണ് പറയണത്. എനിക്ക് ഡിവോഴ്സ് തരികയോ എന്റെ തൊലാക്ക് ചെല്ലിപ്പിരിക്കുകയോ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി എല്ലാവരോടും പറയണത് എന്നെ പിരിച്ചു, എന്നെ ഡിവോഴ്സ് ചെയ്തു, എന്നെ ഒഴിവാക്കി കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ വേണ്ട എങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് ഇയാളെ കാര്യം നോക്കി ജീവിക്കട്ടെ, ആരെ കൂടിയോ ജീവിക്കട്ടെ. എന്റെ മക്കളെ ഞാൻ കൊണ്ടുവരും, എന്റെ മക്കളെ ഞാൻ നോക്കും. അയാൾ ഒരു സഹായം ഇല്ലാത്തതിന് എന്റെ മക്കളെ നോക്കി വളർത്തണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഇപ്പൊ ഇവള് പറയാണ് 2 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഞങ്ങള് ഒന്നായി. നാട്ടിൽ വന്നിട്ട് ഇവളെ എടുത്തോണ്ട് പോയി. ഇപ്പൊ മക്കളെ എമ്മിച്ചി ഞാനാണ് എന്റെ മക്കളോട് പറയാം ഞാനാണ് നോക്കണേ. ഇവിടെ ചാറ്റിങ്ങിൽ പറയണത് ഇവര് ലണ്ടനിൽ പോവാണ്. അപ്പൊ മക്കളെ പാസ്പോർട്ടിൽ നിന്ന് എന്റെ പേര് മാറ്റണം. അതേപോലെ അവന്റെ പാസ്പോർട്ടിൽ അവളെ പേര് ചേർത്തു. അവര് പെട്ടെന്ന് ലണ്ടനിൽ പോവും. ഇങ്ങനെ അവള് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് അവളെ ഭർത്താവിനെ പറ്റിയിട്ട് പുകയത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വന്നിട്ട് പറയണം. ഞാൻ ഇവൾ എന്താണ് പറയണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും കുറെ സഹകരിച്ചിട്ട് കേട്ടിരുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ ഇങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇടങ്ങാറാക്കാണ്. ഇവിടെ സൈബർ പോലീസില് SP മലപ്പുറം SPക്ക് കാളികാവ് പോലീസ് സ്റ്റേഷനിൽ ഒക്കെ ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും നമുക്ക് എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇയാള് ദുബായിലായതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് ചെയ്യണീന്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പൊന്നു മക്കള് എന്റെ വേദനകളോ അടങ്ങേറുകളോ ഒന്നും അറിയുന്നില്ല. അവരവിടെ അവരെ ബാപ്പാന്റെ കൂടെ ഇതൊന്നും അറിയാതെ ജീവിക്കണം. എന്നിട്ട് എന്റെ മക്കള് വീഡിയോയിൽ നോക്കി പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അറിയില്ല ഇത് ബാപ്പ അവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലും അറിയില്ല. എന്റെ പൊന്നുമോനും എന്റെ മോളെയും ഒരുപാട് ആയി ഒന്ന് വോയിസ് പോലും കേട്ടിട്ട് എനിക്ക് വിളിച്ചു തരുമോ എനിക്ക് കാണിച്ചു തരുമോ ഒന്നും ചെയ്യൂല. എന്റെ മക്കളെ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് അകറ്റാൻ നോക്കണം. എന്റെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളമ്മ അങ്ങനെയാണ്, നിങ്ങളമ്മ അത്രക്ക് മോശമാണ്, ഇത്രക്ക് മോശമാണ് ചെയ്തു അങ്ങനെ ഇടങ്ങാറാക്കുക, മാനസികമായിട്ട് ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കുന്നു. മക്കളെ എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ അടുത്ത് കൊണ്ടുവരും. അയാൾക്ക് ഈ രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് എന്റെ മക്കളെ ഞാൻ കൊടുക്കൂല. എന്റെ മക്കളെ ഭാവിയാണ് ആളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ കുഞ്ഞു മക്കളെ ഭാവി. ഇയാളെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഇയാള് പുണ്യാളനാണെന്ന് കാണിക്കുകയും ഇയാളെ ഭാര്യ ഭയങ്കര മോശമായതുകൊണ്ട് കുട്ടികളെ എടുത്തുകൊണ്ട് പോയി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതിനായിട്ട് ഇവന്റെ ഇൻസ്റ്റാഗ്രാമത്തെ ഫോളോവേഴ്സിനെ നോക്കിയാൽ അറിയാം ഒക്കെ പെണ്ണുങ്ങളാണ്, താത്താമാര്. ഇവന്റെ വീഡിയോ കാണാനായിട്ട് കുറെ താത്താമാരുണ്ട്. ഇവന് യൂട്യൂബില് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് പറഞ്ഞു വെച്ചിട്ട് പോസിറ്റീവ് കമന്റ് ചെയ്യണ പോലെയാണ് ഒരുപാട് കമന്റുകൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ അത്രയും മോശപ്പെട്ട പെണ്ണാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായത്. ഇയാളുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്കൊന്ന് പുറത്തിറങ്ങാനോ ആൾക്കാരുടെ ഇടയിൽ കൂടാനോ പറ്റാത്ത വണ്ണം എന്നെ ഇടങ്ങാറാക്കുക. അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല്
സഹി കെട്ടിട്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് സുഖമായി, ഇയാൾക്കെതിരെ പിന്നെ ഒന്നുമില്ലല്ലോ. പിന്നെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്റെ ഈ മോനെ, അയാളെ മോനെ, എന്റെ ഇസു എന്ന് പറഞ്ഞ എന്റെ മോനെ ഒന്ന് വിളിക്കോ അന്വേഷിക്കോ ഒരു രൂപ പോലും അയച്ചുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആരോടും അന്വേഷിച്ചിട്ടില്ല. ആള് മക്കളോടുള്ള സ്നേഹമാണ് അയാൾക്ക്. എന്നോടുള്ള ഭാഷ തീർക്കാൻ വേണ്ടിയിട്ട് മക്കളെ സ്നേഹിക്കാണ്, സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ സ്നേഹിച്ച് കൊല്ലാണ് ഇയാള് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി എന്റെ മക്കളെ ഭാവിനെ വല്ലാണ്ട് ബാധിക്കണം. ഏറ്റവും മോശപ്പെട്ട ഒരു ഉമ്മാന്റെ മക്കളായിട്ട് ജനിച്ചു എന്നാണ് സമൂഹം മൊത്തം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നാളെ ഞാൻ മനസ്സ് മുട്ടിയിട്ട് ഞാൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യൂല. കഴിഞ്ഞ ഒരു 2023 ഫുള്ള് എന്നെ ഇയാള് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട്. ഇയാളെ വീട്ടിൽ നിന്ന് 1 വർഷത്തോളം ഞാൻ വീട് മാറിയിട്ട് താമസിച്ചിരുന്നു. ആ സമയത്ത് ഫുള്ള് എന്നോട് നിനക്കൊന്നും പോയി മരിച്ചൂടെ, നിനക്ക് നീ എന്തിനാ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കണേ, ഇയാളെ കാമുകയായിട്ടുള്ള കെട്ടിപ്പിടിച്ചെടുക്കുന്ന ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം. എന്നോട് പറയാം എനിക്കിവിടെ ലൈഫും കാര്യമൊക്കെ ഉണ്ട്, നീ ഒന്ന് പോയി തരുമോ എന്റെ ജീവിതത്തിൽ നിന്ന്, നിനക്കൊന്ന് പോയി ചത്തൂടെ, എന്റെ മക്കളെ നീ ഒന്നും ചെയ്യരുത്. അത് ഞങ്ങളവിടെ കിണർ പണി എടുക്കുക, ആ കിണറ്റിക്ക് ചാടി എനിക്ക് ചത്തൂടെ. ഇതൊക്കെയായിരുന്നു ആളെ വർത്താനം. ആളെ ലൈഫിൽ നിന്ന് ഞാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങൾ ഇയാൾ നാട്ടിൽ വന്നപ്പോ മെനഞ്ഞുണ്ടാക്കി. ഞാൻ മോശപ്പെട്ടവളാണെന്ന് കാണിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് പാടുപെട്ടു. ഞാനീ എടങ്ങാറായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ജീവിക്കണം. അയാളെ ഭാര്യയായിട്ട് ഞാൻ 14 വർഷത്തോളം ഞാൻ ആ വിഡ്ഢിവേഷം കിട്ടി. ഇതിൽ 13ാമത്തെ കൊല്ലാണ് ഈ 3 മക്കളെയും പ്രസവിച്ച് പൊന്നുപോലെ നോക്കി വളർത്തി 13ാമത്തെ കൊല്ലാണ് ഇയാൾ മനസ്സിലാക്കണേ ഇയാളെ ഭാര്യ ഏറ്റവും വലിയ മോശപ്പെട്ട ആളാണെന്നുള്ളത്. അതുവരെ ഇയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇത്ര. അപ്പോ ഇയാളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ മരിക്കണം, അതാണ് ആളുടെ ഉദ്ദേശം. മെന്റലി ഇടങ്ങാറായി ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കണം. എന്റെ വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഇയാളെ തെറിയും. ഞാൻ എന്റെ മക്കളെ ചോദിച്ചിട്ട് കാണാൻ വേണ്ടിട്ടോ ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തെറി പറഞ്ഞിട്ട് എന്റെ ചെവി പൊട്ടിപ്പോണ പോലെ തെറിയാണ് ഇയാൾ പറയുന്നത്. ഇയാള് ദുബായിൽ വളരെയധികം അരിഞ്ഞടിയിട്ടാണ് ജീവിച്ചിരുന്നത്. എന്റെ മക്കളെ ഓർത്തിട്ട് മാത്രമാണ് ജീവിതം ഉന്തി തള്ളി കൊണ്ടുപോയത്. ഇപ്പൊ എന്റെ മക്കളെ എന്റെ അടുത്ത് നഷ്ടപ്പെടുത്തി. ഇപ്പോ ഇയാൾക്ക് വേണമെങ്കിൽ മക്കളെ നോക്കിക്കോട്ടെ, വളർത്തിക്കോട്ടെ. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ പറയാ. ഇയാൾ പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടുകാരും ആരും പറഞ്ഞ അനുസരിക്കാത്ത ആന്തോന്നിയിട്ട് ജീവിക്കാം. ഞാൻ എന്റെ ഉമ്മാരി പനി കൂടെ ആങ്ങളമാരി കൂടെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെക്കൊണ്ടും ഇതുവരെ ചീത്തപ്പേരും കാര്യമൊന്നും പറയിപ്പിച്ചിട്ടില്ല. ഇയാൾ പറയണത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇയാൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാൾ കഥകൾ കെട്ടിച്ചമച്ചിട്ട് ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കുക. എന്നെ കൊണ്ട് തന്നെ ഇയാൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നു. ഞാൻ ഭയങ്കര തെറ്റുകാരിയാണ്, ഞാൻ സമ്മതിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാല് എന്റെ മക്കളെ ഇങ്ങോട്ട് തിരിച്ചയക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മക്കളെ കൊണ്ടായത് എനിക്ക് ഭയങ്കര ഒരു ആഘാതമായിരുന്നു. എനിക്ക് എന്താ ഒരു ഭ്രാന്തിനെ പോലെ ദിവസങ്ങളോളം ഞാൻ കരഞ്ഞു കിടന്നിട്ടുണ്ട്, ഭക്ഷണം വെള്ളം പോലും കുടിക്കാതെ. ആ സമയത്ത് എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാല് എന്റെ മക്കളെ ഞാൻ നാളെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അയക്കാം. എനിക്കറിയില്ലായിരുന്നു അയാളെ വലിയൊരു നാടകത്തിന്റെ ഒരു തുടക്കമാണെന്നുള്ളത്. എന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇയാൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ ഭയങ്കര തെറ്റുകാരിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിച്ചു തരുമോ. ഇയാൾ ഈ വീഡിയോ എടുത്തിട്ട് ഇയാൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. എന്റെ കെട്ടിയോള് തെറ്റുകളൊക്കെ സമ്മതിച്ചു. ഇങ്ങനെ ഇടങ്ങാറാക്കാണ്. ജീവിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്റെ മക്കൾക്ക് നല്ല ലൈഫ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വന്നത്. ഞാൻ ഇതിനൊന്നും പ്രതികരിക്കാതെ ഞാൻ എന്റെ ജീവിതം ആ ഒരു രീതിയിൽ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും എല്ലാവരും പറയാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നീ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നത് എന്തിനാ? സഹി കെട്ടിട്ടാണ് എടങ്ങാറായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. നിനക്ക് വിളിക്കേണ്ട പേരെന്താന്നുള്ള അറിയിക്കുന്നത്. നിനക്കൊക്കെ വേറെ വല്ല പണിക്കും പോക്കൂറാ. ഒരു കല്യാണം കഴിച്ചു 13 വർഷം കഴിഞ്ഞപ്പോഴത്ര അവർക്ക് അവന്റെ ഭാര്യയുടെ കുറവുകളൊക്കെ മനസ്സിലായത്. അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത്. 13 വർഷം കഴിഞ്ഞ് 2-3 മക്കളായിട്ടേ. എന്നിട്ട് അവൻ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സിമ്പതി വരുത്തിക്കൊണ്ടിരിക്കുക. നാണുണ്ടാ നിനക്കൊക്കെ വേറെ വല്ല പണിക്കും പൊക്കൂടെ. നിനക്കൊക്കെ ഇത് ഞാൻ അതിന്റെ വായിൽ വരുന്നത് വേറെയാണ്. കഷ്ടം. അൺഫോളോ ചെയ്തു നിന്റെ വീഡിയോസ് ഇനി കാണണ്ട. ഈ വക തെമ്മാടിത്തരും ചെറ്റത്തരും ജീവിതത്തിൽ കാണിച്ചു കൂടിയിട്ട് അവന് കിടന്ന് മെഴുകുകയാണ് കുട്ടികളെ വെച്ചിട്ട്. അളിയനക്കുള്ള വീഡിയോസാണിത്. ഇത് ഭാര്യ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാമുകിമാർക്ക് വേണ്ടിയിട്ട് അവൻ വേറെ തരത്തിലുള്ള വീഡിയോസ്. നിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. നിന്റെ ജീവിതം നീ ഫോൺ റിപ്പയറിംഗ് തോന്നുന്നു നിന്റെ ജോലി. നീ ആ സമയത്ത് വിളിച്ചു പറയുന്നത് ഫുള്ള് മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകളാണ് അവൻ പറയാ. ഒരു ഫോണായിട്ട് ആരെങ്കിലും നേരാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാകാൻ. അപ്പം തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നീ ഭയങ്കര വുഡായിപ്പാണ് എന്നുള്ളത്. ഇപ്പൊ ബോധ്യമായി. നിന്റെ ഭാര്യ വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി വീണ്ടും വരാം. കണ്ടന്റ് ഇഷ്ടംമാതിരി കിടക്കല്ലേ, ഇതുപോലെ ഓരോരുത്തർ ലോകത്ത് കാണിച്ചു കൂട്ടാണ്ടെന്നുണ്ടെങ്കിൽ കണ്ടന്റിൻ്റെ എന്താ പ്രയാസം, ഇഷ്ടംമാതിരി കിട്ടാണ്ട്. അപ്പോൾ ബൈ, പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം.